ഹലോ ഗൈസ്, അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ വീണ്ടും ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ കുറച്ച് പണിയൊക്കെ ഉണ്ട്. കുറച്ച് ബീഫ് മേടിച്ചായിരുന്നു കേട്ടോ. എല്ലുള്ള ബീഫാണ്. അതൊന്ന് പെട്ടെന്ന് കറിയാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് എല്ലാവർക്കും പോകേണ്ട ഒരു ദിവസമായിരുന്നു. അതുകൊണ്ട് ഞാൻ നേരത്തെ എണീച്ചു കേട്ടോ. ഓൾറെഡി കട്ട് ചെയ്തൊക്കെ കിട്ടിയതാണ്. എന്നാലും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. നല്ല ഫ്രഷ് ബീഫായിരുന്നു കേട്ടോ. 2 ദിവസമായി മേടിച്ച് വെച്ചിട്ട്. എല്ലാവർക്കും കൂടെ പനി ആയതുകൊണ്ടേ ഉണ്ടാക്കാനൊന്നും പറ്റിയില്ല. രാവിലെ തന്നെ ഞാൻ എണീച്ചു കേട്ടോ. രാവിലെ എണീച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അടുക്കള കയറിയപ്പോഴാണ് ബീഫ് ഇരിക്കണ കാര്യം ഓർത്തത്. അപ്പോൾ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ബീഫ് ഉണ്ടാക്കാം, അതാവുമ്പോൾ എളുപ്പമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. നെയ്ച്ചോറും കൂടി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അരിയൊക്കെ ഇരിപ്പുണ്ട്, പക്ഷേ എനിക്ക് മടിയുള്ളതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാറുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ അത് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കണം. പൈപ്പാണെങ്കിൽ പൊട്ടിപ്പോയിട്ടോ രാവിലെ തന്നെ. അപ്പോൾ പൈപ്പ് ലീക്ക് ചെയ്യുകയാണ്. ഇപ്പം നന്നാക്കാനൊന്നും സമയമില്ല ഇന്നിപ്പോൾ. 5-8 വർഷം ഇങ്ങനെ കഴുകിയെടുക്കണം. സാധാരണ എല്ല് മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഇതിനകത്ത് കുറച്ച് മാംസം ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ എല്ലും കൂടിയും കൂട്ടിയിട്ടുള്ള ഇറച്ചി പറയുവാണെങ്കിൽ കൂടുതലും എല്ലായിരിക്കും. ഇന്ന് രാവിലെ തന്നെ ഭയങ്കര വെയിലുണ്ട് കേട്ടോ. സമയമൊന്നും ആയിട്ടൊന്നുമില്ല ഇവിടെ, പക്ഷെ ഭയങ്കര വെയിലാണ്. വെയിൽ കണ്ടാൽ വിചാരിക്കും ഉച്ചയാണെന്ന്. അതേപോലെ വെയിലാണ്. എനിക്ക് ബീഫാണേലും ചിക്കൻ ആണെങ്കിലും മീനാണേലും എന്താണേലും എനിക്ക് കുറേ നേരം കഴുകണം കേട്ടോ. കഴുകി വൃത്തിയാക്കണം, എന്നാൽ മാത്രമാണ് എനിക്ക് തൃപ്തി വരത്തുള്ളൂ കേട്ടോ. 1 കിലോ എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് മേടിച്ചത്. സാധാരണ ഇവിടെ എല്ലോട് കൂടിയുള്ളത് മേടിക്കൽ വളരെ കുറവാണ്. ഞാൻ പറഞ്ഞു എല്ലോട് കൂടിയുള്ളത് മതിയെന്ന് ചാച്ചൻ്റെ അടുത്ത്. പനിയൊക്കെ വന്നിട്ടേ വിട്ടു മാറിയിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ട്. എന്താ പറയാൻ. എന്നാലും ഞാൻ കുളിച്ചു കേട്ടോ. രാവിലെ തന്നെ അങ്ങ് കുളിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ചു. ഇവിടെ ഭയങ്കര ഈച്ചയുടെ ശല്യമാണ് കേട്ടോ. ഈ ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോഴേ ഈച്ച ഭയങ്കര ശല്യമായിരിക്കും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് ഞാൻ നേരത്തെ മസാലകളെല്ലാം പൊടിച്ച് വെച്ചാണ് കേട്ടോ. ബീഫിൻ്റെ അതിനകത്ത് ഇടാൻ വേണ്ടി. കറി എങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ കൂടുതൽ വന്നതാണ്. അപ്പോൾ ഞാനൊരു ടിന്നയിൽ എടുത്ത് വെച്ചതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിനകത്ത് വേറൊന്നുമില്ല. ബീഫിൻ്റെ മസാലയും കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും വെക്കുക. വേറൊന്നുമില്ല. ലേശം മല്ലിപ്പൊടിയും കൂടി വേണ്ടി വരും ഇതിന്. അതുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ വറുത്ത് വെച്ചതാണ്. ഇപ്പം ഞാൻ പച്ചനം കൂടിയും ചേർത്ത് കൊടുക്കുക ഇച്ചിരി. ഇന്നിപ്പോൾ ഒരു മൂഡില്ല. ഇതൊക്കെ ഇങ്ങനെ ചേർക്കാമെന്ന് വിചാരിച്ചു. കാശ്മീരിയ, അതും കൂടി ലേശം കൊടുക്കാം. ഒരുപാട് എരിവൊന്നും ഇടുന്നില്ല. ഇത് മതിയാവും. ഇനി മസാല എല്ലാം നമുക്കൊന്ന് കൂട്ടിത്തിരുമാം. ഒരു 10-20 മിനിറ്റ് വെക്കണം കേട്ടോ, ഇങ്ങനെ കൂട്ടിത്തിരുമ്മി കഴിഞ്ഞ്. ഇനി ഇത് ഒരു 20 മിനിറ്റ് ഇരിക്കട്ടെ.
നമുക്കപ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി, ഇഞ്ചിയും, പച്ചമുളകും, കറിവേപ്പിലയും പിന്നെ കുറച്ച് കായയും കൂടി നന്നാക്കി എടുക്കാം. ഞാനത് കായ ഇട്ടേച്ചുമാണ് ബീഫ് വയ്ക്കുന്നത് കേട്ടോ. കാരണം ഇതിനകത്ത് എല്ലുള്ള ബീഫല്ലേ, അപ്പോൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ കടിക്കാൻ വേണ്ടേ. കുറച്ച് ഇറച്ചി ഉണ്ട്, എന്നാലും കുറച്ചുകൂടി, ഇതിപ്പോൾ 1 കിലോ ഉണ്ട്, എന്നാലും കുറച്ചുകൂടെ 2 ദിവസം ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കട്ടെ കേട്ടോ. ഇത് കുറച്ച് നേരം ഇരിക്കട്ടെ. ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിലോട്ട്. നല്ല മൂത്ത കായാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാൻ ഇവിടെ നല്ല മൂത്ത കായ ഇട്ട് വെച്ചിരിക്കുന്നത്, അതാകുമ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഞാനേ ലേശം കായ ഇട്ടേച്ചും ബീഫ് വയ്ക്കാമെന്ന് വിചാരിച്ചേട്ടാ. നല്ലതായി. എല്ലുള്ള ബീഫൊക്കെ ആകുമ്പോൾ കുറച്ച് കായയും കൂടി ഇട്ടേച്ചും വെക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. നിങ്ങളങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുമേ. നല്ല മൂത്ത കായയായിരിക്കണം, ചള്ളുകായൊന്നും പറ്റത്തില്ല കേട്ടോ. കുറച്ചുകൂടെ മൂത്ത കായുവാണെങ്കിൽ നല്ലതാണ്. ഇവിടെ ആരും എണിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഞാനാണ് ഫസ്റ്റ് എണിച്ചത്. ഞാൻ എണിച്ച് ആദ്യം ഒന്ന് ഓടിപ്പോയി കുളിച്ചു കേട്ടോ. കാരണം എനിക്കങ്ങ് പനിയുടെ ഒരു വയ്യായികയും എല്ലാം ഉണ്ടായിരുന്നു. ഇന്നലെയും കുളിച്ചു, പക്ഷെ പനി അങ്ങ് വിട്ട് പോകുന്നില്ല. സാധാരണ എനിക്ക് പനിയൊന്നും വരാത്ത, അതുകൊണ്ട് ഞാൻ വലിയ കാര്യമൊന്നും ആയിട്ട് എടുത്തില്ല കേട്ടോ പനിയൊന്നും. പക്ഷെ ഇതങ്ങ് വിട്ട് പോകുന്നില്ല. കുറച്ച് എരിവ് ചേർത്താൽ മതി കേട്ടോ, കുറച്ച് മുളക് ഇട്ടാൽ മതി. ഉണ്ടമുളകും കാന്താരിമുളകും ഒക്കെ ഉണ്ട്, പക്ഷെ ഞാൻ സാധാരണ മുളകാണ് എടുക്കുന്നത്. കാരണം പനിയൊക്കെ പിടിച്ചിട്ട് തൊണ്ടയെല്ലാം പൊട്ടിയിരിക്കുക. നല്ല മൂത്ത കായാണ് കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയണം. പണ്ട് കല്യാണ വീട്ടിൽ ചിപ്സൊക്കെ വറക്കുമ്പോൾ കായയുടെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ടാവും. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ആ കായയുടെ തൊലി കൊണ്ടുവന്ന് വെച്ച് ഒരു ഉപ്പേരി ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ് അങ്ങനെ ഉപ്പേരി ഉണ്ടാക്കുന്നത്. ആരെങ്കിലും അങ്ങനെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ കമൻറ്റിൽ വന്നിട്ട്. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കുമായിരുന്നു എൻ്റെ അമ്മ. ഇവിടെ അങ്ങനെ കായൊന്നും ആർക്കും ഇഷ്ടമല്ല. പിന്നെ എന്തുവാ, എനിക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ, എനിക്ക് എന്തായാലും ഓക്കെയാണ്. അപ്പം ഞാൻ ഇങ്ങനത്തേക്കുള്ള സൂത്രത്തിൽ കൂടെയാണ് ഈ പച്ചക്കറിയൊക്കെ ഇവരെ കഴിപ്പിക്കുന്നത്. പച്ചക്കറിയും കഴിക്കണ്ടേ, ഇറച്ചിയും മീനും ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. അല്ലാണ്ടൊന്നും വെറും ചോറും അതുപോലെ കറികളൊന്നും വലിയ ലൈക്കില്ല. ചാച്ചൻ ഇവിടെ ഉണ്ട് കേട്ടോ, ചാച്ചനും ഐഷു ഇവിടെ ഉണ്ട്. ഐഷു രാവിലെ ചില നേരത്ത് മൂഡ് ഓഫ് ആയിരിക്കും, എന്നെ കണ്ടില്ലേ ഭയങ്കര ബഹളമാണ്. പിന്നെ ഇവിടെ ഇതൊക്കെ നന്നാക്കിയിട്ട് ഞാൻ ഓടി വരാം കേട്ടോ. ഇതൊക്കെ നന്നാക്കാനുണ്ട്, ഇതെല്ലാം അതൊക്കെ നന്നാക്കി വെച്ച് ഞാൻ വരാം. എനിക്കാണ് ആദ്യം ചുമ വന്നത് കേട്ടോ. എനിക്കങ്ങ് ചുമ മാറി വരുന്നതേ ഉള്ളൂ. എനിക്കിങ്ങനെ ഡബ് ചെയ്യാൻ എടുക്കുമ്പോഴും ഭയങ്കരമായിട്ട് ചുമ വരുന്നു. ഞാൻ ഐഷു എണിച്ചു വരുന്നേക്കാൾ മുമ്പ് അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു പണിയൊക്കെ. കണ്ണരിയുന്നു. ഇപ്പം എൻ്റെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ടെന്ന് പറഞ്ഞ ഫോണാണ് കേട്ടോ. ഞാനിപ്പോൾ ആദ്യമൊന്നും ഞാൻ അത്ര ഫോൺ ഉപയോഗിക്കത്തില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ ഫോൺ ഒത്തിരി നേരം ഉപയോഗിക്കും കേട്ടോ. എനിക്കിപ്പോൾ എന്താ പറയുക, ഫോണിൽ കുറച്ച് നേരം ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ ആരോ എൻ്റെ കൂടെ ഉള്ള പോലെ. അതുകൊണ്ട് എനിക്കിപ്പോൾ ഫോണാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടെന്ന് പറയാം. തിരിച്ചൊന്നും പറയത്തില്ലേലും ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ, എനിക്കത് മതി, സന്തോഷമുണ്ട്. പിന്നെ മാത്രമല്ല, ഞാനിങ്ങനെ പണിയൊക്കെ എടുക്കുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടാവും ഈ ഫോണ്, എപ്പോഴും ഉണ്ടാവും കേട്ടോ എൻ്റെ കയ്യിൽ ഫോണ്. പിന്നെ എനിക്ക് ഒട്ടും പറ്റത്തില്ലെങ്കിലാണ് ഫോണൊന്നും എടുക്കാത്തത്. ചില സമയത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ പ്ലേ ചെയ്തിട്ടിട്ട് ഇങ്ങനെ ജോലിയൊക്കെ എടുക്കും, അപ്പോൾ ജോലി ഭയങ്കര എളുപ്പമാവും കേട്ടോ. ഇന്നിപ്പോൾ അങ്ങനെ ഒന്നും കാണാനുള്ള മൂഡിലല്ല. അപ്പം ഞാൻ എൻ്റെ ഫോണുമായിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു, നിങ്ങളുമായിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. എനിക്കെന്തോ ആരൊക്കെയോ കൂടെ ഉള്ളതുപോലെ. വയ്യാണ്ടാവുമ്പോഴേ ശരിക്കും മിസ് ചെയ്യും ഗവൺമെൻറ് ആശുപത്രി. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഞാനിപ്പോൾ ഓടിപ്പോയാൻ അടൂർ ആശുപത്രിയിലോട്ട്.
ഇവിടെ അങ്ങനെ ഓടി ഓടി ആശുപത്രിയിലോട്ടൊന്നും പോകാൻ പറ്റത്തില്ല, കാരണം പോക്കറ്റ് കാലിയാവും. അതുകൊണ്ടാണ് പോകാത്തത്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴേ പോയി കിടന്നേനെ ഒരാഴ്ച. കാരണം എനിക്ക് അത്രയ്ക്ക് വയ്യ 2 ദിവസമായിട്ട്. ശരിയാവുമായിരിക്കും. പിന്നെ എനിക്കങ്ങ് ഭയങ്കര മനപ്രയാസമാണ് കേട്ടോ. ഭയങ്കരമായിട്ട് എനിക്കങ്ങ് ടെൻഷനാണ്. എൻ്റെ ഈ അസുഖങ്ങളുടെ എല്ലാം കാരണം ടെൻഷനാണ്. എനിക്ക് ഓവർ ടെൻഷൻ വരും. അതൊക്കെ ആവാം. എന്തോ അത്രയുള്ള ടെൻഷൻ എന്ന് ചോദിച്ചാൽ, നമ്മൾ ഗവൺമെൻറ് ജോലിയൊന്നും അല്ലല്ലോ, ഒരു സ്ഥിര വരുമാനം എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഇതൊരു എന്താ പറയുക, പ്രൈവറ്റ് കമ്പനിയിലല്ലേ ജോലി ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എപ്പോഴും ടെൻഷനാണ്. ജോലി പോയാൽ എന്തോ ചെയ്യും, അങ്ങനെയൊക്കെ ഒരു ടെൻഷനാട്ടോ. അയ്യോ, നാട്ടിലോട്ട് വരാനും പറ്റത്തില്ല, എന്തോ ചെയ്യും ഞാൻ, അങ്ങനെയൊക്കെ ഒരു ടെൻഷനാണ്. അപ്പോൾ നേരത്തെ ആണെങ്കിൽ ഹോസ്റ്റലിലല്ലേ നിൽക്കായിരുന്നു, പക്ഷെ ഇപ്പം അതിനും പറ്റത്തില്ലല്ലോ, കുഞ്ഞു മോളൊക്കെ ഉള്ളതുകൊണ്ട്. കണ്ണെരിയുന്നു. നിങ്ങൾക്ക് ഇതുപോലെ കണ്ണെരിയാറുണ്ടോ? അയ്യോ, കണ്ണ് കണ്ടൂടാ, എന്നാലും അരിയാം. കായ ഇട്ടേച്ച ഞാൻ ഈ ബീഫ് ഉണ്ടാക്കുന്നത്, പക്ഷെ കായ ഇപ്പം ഇടുന്നില്ല കേട്ടോ. ഇത് നമുക്ക് അതിനകത്തോട്ട് ഇടാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിച്ച് കുക്കറിലിട്ട് ഒരു 4 വിസിൽ അടുപ്പിക്കാം കേട്ടോ. പാത്രം കഴുകാനുണ്ട്, പാത്രമൊക്കെ കഴുകിയെടുക്കട്ടെ കേട്ടോ. ഐഷുവും ചാച്ചനൊക്കെ എണിച്ച് വന്നായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഐഷുവിൻ്റെ അപ്പം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ, വെറും ഗോതമ്പപ്പം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചേ. അപ്പം ചാച്ചൻ എന്നെ കണ്ടപ്പോൾ പറയുമായിരുന്നു, അയ്യോ നിനക്ക് തീരെ വയ്യേ, നിൻ്റെ മോക്ക് വല്ലോണ്ടിരിക്കുന്നുണ്ടെന്ന് കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് അങ്ങ് അപ്പം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചേ. ചാച്ചൻ ആദ്യം നനച്ച് തരാമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ വേണ്ട, ഞാൻ തന്നെ കുഴച്ചോളാമെന്ന് പറഞ്ഞു കേട്ടോ. ആദ്യം ചാച്ചനെ നനച്ചുകൊണ്ട് ഇതിനകത്ത് തേങ്ങ ഇട്ടിട്ടില്ല. ഞാൻ പിന്നെ 2 എണ്ണം ചുട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇങ്ങനെ തേങ്ങ ഇട്ടിട്ടില്ലല്ലോ ചാച്ചാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ തേങ്ങ ഇടിച്ചു കേട്ടോ. എനിക്ക് തേങ്ങ ഇട്ടാൽ ഇഷ്ടം. കുറേ നേരത്തെ മൽപ്പിടുത്തത്തിന് ശേഷമാണ് കേട്ടോ നമുക്ക് വെളിച്ചെണ്ണ അതിനകത്തോട്ട് ഒഴിക്കാൻ പറ്റിയത്. കാരണം വെളിച്ചെണ്ണ കട്ടയോ ഉറഞ്ഞു പോയിരുന്നേ. ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടു, പിന്നെ കുറച്ച് ഉള്ളിയും കൂടി അങ്ങ് ഇട്ടു കേട്ടോ. ഐസ് ഇവിടെ ഭയങ്കര വേളമാണ്. ഉള്ളി ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് കായ ഇട്ട് കൊടുക്കാതെ. ബീഫിനകത്ത് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തേ. കായ ഒന്ന് വെന്ത് കിട്ടട്ടെ. ഈ സമയത്ത് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മസാലയും നോക്കണം കേട്ടോ. കായതിനകത്തുള്ള കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. അപ്പം ബീഫ് ഞാൻ ഇതിനകത്തോട്ട് അങ്ങ് ചേർത്തട്ടോ, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് അടി പിടിക്കാണ്ട് നോക്കണേ. കായ പാതി വെന്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ബീഫിനകത്ത് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. അതിന് ശേഷം വേണം നമ്മൾ ബീഫ് ചേർത്ത് കൊടുത്തത് പാകത്തിന് വറ്റിച്ചെടുക്കാനേ. ഇനി 2.5 ഗ്ലാസ് അരി ഒന്ന് അടുപ്പത്തിടാം കേട്ടോ നമുക്ക്. ഞാനിന്ന് ജീരകശാല അരി നെയ്ച്ചോറ് വെക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. ഇനി നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. 1-2 വട്ടം കഴുകിയിട്ടേ നമുക്കൊന്ന് കുതിരാനിടാം.
ഞാനേ ഈ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ, അല്ലെങ്കിൽ നീണ്ടു പോവുക വീഡിയോ, അതുകൊണ്ടാണ് ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുള്ളത്. നെയ്ച്ചോറ് ഇങ്ങനെ വെക്കുന്നത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോർട്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. കുക്കിംഗ് എല്ലാം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മൊത്തത്തിൽ അങ്ങ് ക്ലീൻ ചെയ്തുകൊണ്ട് നടക്കുന്നൊരു സ്വഭാവം ഉണ്ട് കേട്ടോ. മൊത്തം ക്ലീൻ ചെയ്താലാണ് എനിക്കൊരു സമാധാനം വരത്തുള്ളൂ. എത്ര വയ്യെങ്കിലും ഞാൻ ഇതുപോലെ ക്ലീൻ ചെയ്തിടും കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തൃപ്തി വരത്തില്ലേ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു നാരങ്ങ വെള്ളം കഴിക്കാൻ തോന്നി കേട്ടോ. കാര്യം എനിക്ക് നല്ല പനിയും പിന്നെ അതുപോലെ ജലദോഷവും ചുമയൊക്കെ ഉണ്ടായിരുന്നേ. അപ്പത്തേനും ഇതും ഉണ്ടായി കഴിഞ്ഞു കേട്ടോ, നെയ്ച്ചോറ് ഉണ്ടാക്കി കഴിഞ്ഞു. അതിന് ശേഷം എൻ്റെ ആഗ്രഹം ഒന്ന് സാധിച്ചേക്കാന്ന് വിചാരിച്ചു കേട്ടോ. ഐഷു ഇവിടെ കിടന്നങ്ങ് ബഹളം എൻ്റെ മോള്. പിന്നെ നല്ല തണുത്ത ഐസൊക്കെ ഇട്ടിട്ട് ഞാൻ അങ്ങ് ഉണ്ടാക്കി കഴിച്ചിട്ടോ. ആഗ്രഹമല്ലേ, പനിയൊന്നും നോക്കാൻ പോവില്ല കേട്ടോ. അപ്പം മധുരം ഇട്ട് കഴിക്കണം എന്നായിരുന്നു ആഗ്രഹം. അപ്പം മധുരം കഴിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ തേൻ കുറച്ച് ഒഴിച്ച് ചേർത്ത് കഴിച്ചു കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ചോറും കൂടെയും കഴിച്ചേ. രാവിലത്തേക്ക് വേറെ ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. ദോശ ഉണ്ടാക്കിയെങ്കിലും ഞാൻ കഴിച്ചില്ല, എനിക്ക് ദോശ കഴിക്കാൻ തോന്നിയില്ല. ഗോതമ്പ് ദോശ എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ ഈ റൈസ് തന്നെ കഴിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ, ഓക്കെ, സി യു.